രാഹുൽജിയുടെ ശിവഗിരി സന്ദർശനം അദ്ദേഹത്തിൽ നവ്യാനുഭൂതി പകർത്തുന്ന ഒന്നായിരുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരു വിശ്രമിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ ഓരോന്നും അതിൻ്റെ സവിശേഷത എല്ലാം അദ്ദേഹം പ്രത്യേകം ചോദിച്ചറിയുകയുണ്ടായി. ആദ്യം മഹാസമാധി മന്ദിരമാണ്, അവിടെ ആണ് അദ്ദേഹം ദർശനം നടത്തിയത്. അവിടുത്തെ പ്രാർത്ഥനയിൽ അദ്ദേഹം പങ്കുകൊണ്ടു, ആരാധനയിൽ പങ്കുകൊണ്ട് തീർത്ഥവും പ്രസാദവും ഏറ്റുവാങ്ങി. ശിവഗിരിയിൽ നിന്ന് നൽകിയ പ്രസാദം അദ്ദേഹം പ്രത്യേകമായി സ്വീകരിക്കുകയും മഠത്തിൽ കാണിക്ക അർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഗുരുവിൻ്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമിയുടെ സമാധി മന്ദിരത്തിൽ അദ്ദേഹം പ്രണമിച്ചു. തുടർന്ന് ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ച വൈദിക മഠത്തിൽ വന്ന് ദർശനം നടത്തി. മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും ഗുരുദേവനെ ദർശിച്ചത് ഈ വൈദിക മഠത്തിൽ വെച്ചാണ്. ആ രണ്ട് മഹാത്മാക്കളും ഗുരുദേവനെ ദർശിക്കുന്നതിൻ്റെ ചിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ഗുരുദേവനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് അദ്ദേഹം പ്രത്യേകം വായിച്ച് മനസ്സിലാക്കുകയും വളരെ ആശ്ചര്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടും ശ്രീനാരായണ ഗുരുവിനെ പോലെ മഹാത്മാവിനെ കണ്ടിട്ടില്ല എന്നുള്ള രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അഭിപ്രായവും ഗുരുവിനെ സന്ദർശിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ പരമഭാഗ്യമാണെന്നുള്ള മഹാത്മാഗാന്ധിയുടെ അഭിപ്രായവും അദ്ദേഹം പ്രത്യേകമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയുണ്ടായി. അതിനുശേഷം ശാരദാമഠം സന്ദർശിക്കുകയുണ്ടായി. വിദ്യാദേവതയായ ശാരദയെ പ്രണമിച്ച് ആരാധനയിൽ പങ്കുചേരുകയുണ്ടായി. സാധാരണ ക്ഷേത്രങ്ങളിലുള്ളതുപോലെയുള്ള താന്ത്രിക വൈദിക കർമ്മങ്ങൾ ശാരദാമഠത്തിലില്ല എന്നും ഇവിടെ പ്രധാനം പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനുമാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ ആശ്ചര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ശാരദാമഠത്തിൽ പൂജ കഴിഞ്ഞ് പ്രസാദമായി നൽകുന്നത് ഒരു പേനയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യത്തോടു കൂടി അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് ഗസ്റ്റ് ഹൗസിലെ മഠത്തിലെ ആതിഥ്യം സ്വീകരിച്ചു. വിസ്റ്റേഴ്സ് ഡയറിയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1958 ശിവഗിരി സന്ദർശിച്ചപ്പോൾ വിസ്റ്റേഴ്സ് ഡയറിയിൽ എഴുതിയതും തുടർന്ന് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഇവിടുത്തെ ഡയറിയിൽ എഴുതിയതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അതെല്ലാം പ്രത്യേകമായി വായിച്ച് മനസ്സിലാക്കുകയും ഗുരുദേവനിൽ വളരെ ഭക്തിഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ശിവഗിരി മഠത്തിൻ്റെ ഒരഭിപ്രായം അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. അതായത് കേരളത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ മുഖ്യധാരയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നു. അവരെ കൂടി പരിഗണിക്കണം. അവർക്കും ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അവർക്കും സീറ്റ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ടും അനുവദിച്ചു കൊടുക്കണം എന്ന് ശിവഗിരി മഠത്തിൻ്റേതായിട്ടുള്ള ഒരഭിപ്രായം ധർമ്മസംഘം പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ഖജാൻജിയും ഒപ്പിട്ട് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹത്തെ വായിച്ചു മുഴുവനും മനസ്സിലാക്കി ഓക്കെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. പേരുകളൊന്നും ചുവരുടെ നിർദ്ദേശിക്കില്ല. പേരൊക്കെ തീരുമാനിക്കേണ്ടത് മണ്ഡലങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണല്ലോ.